അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് ആ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ LDC ഇല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് ഈ DOയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യും, അതേപോലെ ഓഫീസിൽ ചില കാര്യങ്ങൾ ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യേണ്ടിയും. അവർ എക്സാം നടക്കാൻ പോകുന്നത് July 1 എക്സാം നടക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 75 days to 80 days നമുക്കിനി സമയമുണ്ട്. ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് സമയമുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു SSC CHSന്റെ അണ്ടറിൽ വരുന്ന DO എന്ന് പറഞ്ഞ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഹായ്, വെൽക്കം ടു എൻട്രി ആപ്പ്. നമ്മുടെ SSC CHSന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം SSC CHSന്റെ എക്സാം +2 ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റും. ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ വേക്കൻസീസ് ഉണ്ട്. അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെക്കാളും കോമ്പറ്റീഷൻ നമുക്ക് ഈ വർഷം കുറവായിരിക്കും. ബിക്കോസ് നമ്മുടെ SSC എക്സാംസ് കൂടാതെ തന്നെ ഈ വർഷം റെയിൽവേയുടെ എക്സാംസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മുടെ CHSന്റെ എക്സാമിലേക്ക് വരുമ്പം നമുക്ക് 2 മെയിൻ പോസ്റ്റുകളാണ് അവിടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് LDC അല്ലെങ്കിൽ JSA എന്ന് പറയുന്ന പോസ്റ്റും, പിന്നെ അതുകൂടാതെ നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റും. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് ആ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു SSC CHSL എക്സാം വഴിയാണ് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി അത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ജസ്റ്റ് ഒരു സ്ഥലത്ത് കുത്തിയിരുന്ന് ഡാറ്റ എൻട്രി ചെയ്യുകയാണ് എന്നുള്ളത് മാത്രമാണ് ജോലി എന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു ജോബ് എന്ന് പറയുന്നത് വളരെ നല്ല, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ റൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ നല്ല പോസ്റ്റാണ്, വളരെ നല്ല സാലറി ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. ആൻഡ് ജസ്റ്റ് +2 മാത്രം മതി നമുക്ക് ആ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പോസ്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഒരു DEO, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുടെ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ്? അപ്പോൾ ആളുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഓവർസീയിങ് ദി സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ്. ഡെയിലി ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയിൽ പോകുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും റെക്കോർഡ്സ് പ്രോപ്പർലി കീപ്പ് ചെയ്യുക, ഡാറ്റാസ് പ്രോപ്പർലി കീപ്പ് ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക ആൻഡ് സിസ്റ്റമാറ്റിക് ഓർഡറിൽ എന്നുള്ളതാണ് ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഏറ്റവും മെയിൻ, ഒറ്റ ലൈനിൽ പറയണമെങ്കിൽ ഏറ്റവും മെയിൻ ജോബ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അപ്ഡേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഡോക്യുമെൻറ്റ്സ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ മിനിസ്ട്രീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിനെയും അപ്ഡേറ്റ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക, അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഡാറ്റാബേസ് കമ്പ്യൂട്ടറിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഒരു മെയിൻ ജോബ്, വൺ ഓഫ് ദി മെയിൻ ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ദിസ് ഇൻവോൾവ്സ് ഹാൻഡ്ലിംഗ് കമ്പനി ഡീറ്റെയിൽസ്, ക്ലയൻറ്റ് ഇൻഫർമേഷൻ, പ്രൊഡക്റ്റ് ഡാറ്റ ആൻഡ് സെയിൽസ് റിപ്പോർട്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് ഇമ്പോർട്ടൻ്റ്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് മാനേജിങ് ദ റെക്കോർഡ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ആ ഒരു റെക്കോർഡ്സ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഇൻ ഹൗസ് സ്റ്റാഫ്സ് അതുപോലെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുക, അതേപോലെ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക, ഫിഗേഴ്സ് എല്ലാം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ കമ്പൈലിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ കോംപ്രഹെൻസീവ് ഡാറ്റാബേസ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഇതിൻ്റെ എല്ലാം തന്നെ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ പഴയ ഫയൽസ് നോക്കാറുണ്ടല്ലേ, അതേപോലെ എന്തെങ്കിലും ഫ്യൂച്ചർ റെഫറൻസിന് ആവശ്യമായിട്ട് വരുന്ന രീതിയിലുള്ള ഫയൽസ് എല്ലാം തന്നെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്യൂച്ചറിൽ അത് ആവശ്യം വരുന്ന രീതിയിൽ, അത് ആവശ്യം വന്നാൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ കമ്പൈൽ ചെയ്യുക, അതിനെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു മെയിൻ ജോബ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ LDC ഇല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് ഈ DOയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യും, അതേപോലെ ഓഫീസിൽ ചില കാര്യങ്ങൾ ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യേണ്ടിയും ചിലപ്പം ഈ ഒരു DOയുടെ ജോബ് പ്രൊഫൈലിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. ഇതുകൂടാതെ ഇൻ എസെൻഷ്യൽ എ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഈസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ എൻഷുറിംഗ് ദ അക്യുറസി ആൻഡ് അക്സസിബിലിറ്റി ഓഫ് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ വിത്തിൻ ദി ഡിപ്പാർട്ട്മെൻറ്റ് റെക്കോർഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ വരുന്നത് പിന്നെ ഈ പറഞ്ഞ ഈ ഒരു DOയുടെ മെയിൻ ജോബ് എന്ന് പറയുന്നതാണ് ഒരുപാട് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് കൂടി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഒരു DO എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് പല മിനിസ്ട്രീസിലും പല ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പല റെക്കോർഡ്സ് എന്തായിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആയിരിക്കും, വളരെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഉള്ള റെക്കോർഡ്സ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം പ്രോപ്പർലി സേഫ് ആയിട്ട് കമ്പ്യൂട്ടർ ഡാറ്റാബേസിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയോ അങ്ങനെയുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു മെയിൻ ജോബ് പ്രൊഫൈലായിട്ട് ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ കേസിൽ വരുന്നത്. ഇനി ഈ പറയുന്ന ഇത്രയും നല്ല ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും തോന്നാറുണ്ട് ഇത് വെറും +2 വെച്ചുള്ള ഒരു പോസ്റ്റ് അല്ലേ, അപ്പോൾ അത്രയും നല്ലൊരു പോസ്റ്റ് ആണോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അത് എത്രത്തോളം നല്ലൊരു പോസ്റ്റ്
പോസ്റ്റ് വന്നു. നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈ CHSL DOയുടെ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്യൂച്ചർ നമുക്ക് നമ്മുടെ പ്രൊമോഷൻസ് ഒക്കെ വരുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ സ്കില്ലൊക്കെ എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ പ്രൊമോഷൻസ് ഒക്കെ വരുന്നത്. ആൻഡ് ആ ഫ്യൂച്ചർ പ്രൊമോഷൻസ് എങ്ങനെയാണ് പോകുന്നത്? ഫ്യൂച്ചർ പ്രൊമോഷൻസ് എന്ന് പറയുന്ന കൺസോൾ ഓപ്പറേറ്റർ, അതിനുശേഷം സീനിയർ കൺസോൾ ഓപ്പറേറ്റർ, അതുപോലെ ഡാറ്റ പ്രോസസ്സർ, സീനിയർ ഡാറ്റ പ്രോസസ്സർ ആൻഡ് ഫൈനലി ഡാറ്റ മാനേജർ. സോ ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊമോഷൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു DO ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ. ആ പ്രൊമോഷൻസ് എല്ലാം വരുന്നത് തന്നെ നമ്മുടെ ആ ഒരു പെർഫോമൻസും അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ പ്രൊമോഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല പോസ്റ്റിലേക്കാണ് പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ പ്രൊമോട്ടായി നമ്മുടെ ആ ഒരു കരിയർ ഗ്രോത്ത് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിയർലി കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ SSCയുടെ എക്സാംസ് വഴിയാണ് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി SSCയുടെ ഏത് എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SSCയുടെ CHSL എന്ന് പറയുന്ന പോസ്റ്റ് വഴിയാണ്, ആ ഒരു എക്സാം വഴിയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ CHSLൻ്റെ 2024 നോട്ടിഫിക്കേഷൻ ഇപ്പം ഫ്യൂ ഡേയ്സ് ബാക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കറൻ്റ്ലി ആക്റ്റീവ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സാംസിന് അപ്ലൈ ചെയ്യാം, ആ ഒരു എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ആ ഒരു എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ 1 എക്സാം നടക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 75 days to 80 days നമുക്കിനി സമയമുണ്ട്. ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് സമയമുണ്ട്. ആൻഡ് ആ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസും അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനലിൽ പോയി കാണാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഇതേപോലത്തെ അപ്ഡേറ്റ്സിനെ കുറിച്ച് ആദ്യമായിട്ടാണ് അറിയുന്നത്, നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു CHSLൻ്റെ എക്സാം വഴി എങ്ങനെ നമുക്ക് ഈ പോസ്റ്റിലേക്ക് എത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ SSC CHSLൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും വരാറുണ്ട്. ഈ വർഷത്തെ SSC CHSLൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മുടെ April 8 റിലീസ് ആയിട്ടുണ്ട്. നമ്മൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യണം. എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജൂലൈയിൽ ഇതിൻ്റെ ഫസ്റ്റ് Tier 1 എക്സാം കണ്ടക്ട് ചെയ്യും. ഈ Tier 1 എക്സാം എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാമാണ്. ഒരു 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിൻ്റെ 1 മണിക്കൂർ എക്സാമാണ് അതെന്ന് പറയുന്നത്. വൺസ് നമ്മൾ ആ എക്സാം എഴുതി നമ്മൾ ആ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത എക്സാമിലേക്ക് പോകും. നമ്മുടെ അടുത്ത എക്സാം എന്ന് പറയുന്ന Tier 2 എക്സാം എന്നാണ് പറയുന്നത്. ആ Tier 2 എക്സാമിൻ്റെ ഡേറ്റ്സ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ആ Tier 2 എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ Tier 2 എക്സാം കൂടാതെ തന്നെ നമുക്ക് അവിടെ ചില സ്കിൽ ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൂടെ കാണും. ബിക്കോസ് നിങ്ങൾക്കറിയാം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കമ്പ്യൂട്ടർ നല്ലപോലെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം. അതുപോലെ ടൈപ്പിംഗ് സ്കിൽസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ അവിടെ ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. സോ ഈ ഒരു ഫസ്റ്റ് Tier 1 എക്സാം കഴിഞ്ഞാൽ അടുത്ത Tier 2 എക്സാമിലേക്കായിരിക്കും പോകുന്നത്. ആ Tier 2 എക്സാമിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഉണ്ടോ, ആ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുന്നത്. വൺസ് നമ്മൾ ഈ ഒരു Tier 2 എക്സാം കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു സ്കിൽ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് സെലക്ട് ആവും. അതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മളുടെ പേര് ആ ഒരു പോസ്റ്റിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യും. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്ന അഡ്വാൻറ്റേജസ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് സിമ്പിൾ പ്രോസസ്സാണ്. SSCയുടെ CHSL എക്സാം വഴിയാണ് നമ്മൾ ആ ഒരു എക്സാമിലേക്ക് എത്തുന്നത്, നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത്. CHSL എക്സാമിൻ്റെ അകത്ത് നമുക്ക് DO എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ഉണ്ട്. ആ ഒരു പോസ്റ്റിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. വൺസ് നമ്മൾ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സാലറി തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ വരുന്ന സാലറി ഈ വെറും 12th വെച്ച് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു പോസ്റ്റിൽ നമ്മൾ എത്തിച്ചേർന്നാൽ നമുക്ക് അവിടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് മന്ത്ലി ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് 40,000 rupees-ആണ് അതിൻ്റെ സാലറി എന്ന് പറയുന്നത്. 40,000 രൂപ വെറും 12th മാത്രം മതി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വളരെ എന്താ പറയുക ക്ലർക്കൽ ലെവൽ പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന സാലറിയാണ് 40,000. ഇത് കൂടാതെ നിങ്ങൾക്ക് വളരെ നല്ലൊരു കരിയർ ഗ്രോത്ത് കൂടിയാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഫീൽഡിലൊക്കെ ഇറങ്ങി വർക്ക് ചെയ്യാതെ ഒരു ഓഫീസ് വർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ, അങ്ങനെ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ഏറ്റവും പറ്റിയ ഒരു പോസ്റ്റ് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒരു 12th കഴിഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ ഗ്രാജുവേഷൻ്റെ ഒരു ആവശ്യമില്ല, അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ജസ്റ്റ് ഇപ്പം എന്താ പറയുക ഒരു 21 yearsേ ഉള്ളൂ, നിങ്ങൾ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ഒരാളെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു Tier 1 എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ 200-ലാണ് എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ 200-ൽ നമുക്കൊരു 154 to 157
മാർക്കിലേക്കാണ് നമുക്ക് വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 154 to 157. പക്ഷേ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഈ വർഷം നമുക്ക് പിന്നെയും ഏകദേശം ഇത്രയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മേ ബി ഇത് കാണും കുറയാനും സാധ്യതയുണ്ട്. ഒരുപാട് റീസൺ കൊണ്ട് ആ റീസൺസ് ഒക്കെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് വഴി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം കുറച്ചുകൂടി വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വർഷം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും തന്നെ ഈ ഒരു എക്സാമിൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ വർഷം മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു SSC CHSൻ്റെ അണ്ടറിൽ വരുന്ന DO എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ, ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും, ലൈക്ക് നിങ്ങളുടെ മേ ബി ഡിഗ്രിക്ക് പഠിക്കുന്ന ഫ്രണ്ട്സ് ഓർ മേ ബി നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ, കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് മേ ബി ചിലപ്പം ചിലർക്കെങ്കിലും ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരിക്കും നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു എക്സാം വഴി, ഈ ഒരു പോസ്റ്റ് വഴി. അപ്പോൾ ഡെഫിനറ്റ്ലി അവരുമായിട്ടും ഇത് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ കൂടെയൊക്കെ ചേർന്ന് ഒരു കോഴ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഓഫർ പ്രൈസിൽ തന്നെ എൻട്രിയുടെ SSCയുടെ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാനും നിങ്ങളുടെ എക്സാംസിന് വേണ്ടി വരായിരിക്കുന്ന CSSൽ മാത്രമല്ല CGLും MTSും അങ്ങനെയുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, അതുപോലെ റെയിൽവേയുടെ എക്സാംസ് ഉണ്ട്. ഇതിൽ ഏത് എക്സാംസിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾക്കൊരു ബാച്ചിനോട് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡിഗ്രിയും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും ഒക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് എക്സാംസൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളതും ചോദിച്ച് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും കൂടി അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതുകൂടാതെ നിങ്ങൾ CSSൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ കൂടി ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സെൽഫ് പ്രിപ്പറേഷൻ കൂടി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഐഡിയാസൊക്കെ തന്നെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, വേറെ എക്സാംസ് വഴിയുള്ള. അതുപോലെ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SSCയുടെ ഒരുപാട് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു ചാനൽ വഴി നിങ്ങളെ വരെ എത്തിക്കുന്നതായിരിക്കും. സോ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഇതേപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. സോ ഇനിയൊരു ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.